പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു നെല്ലിയാമ്പതി യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടെന്ന്. രഞ്ജുവേട്ടനും ശ്രേഷ്മയും വിഴുമോളും പിന്നെ ഞങ്ങളുടെ ഫാമിലി ചെറിയൊരു വൺ ഡേ ട്രിപ്പ്. വീട്ടിൽ നിന്ന് ഒരു 6:30 മണിക്ക് ഇറങ്ങിയതാണ്. ചങ്ങരവള കണ്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിശപ്പ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മസാല ദോശയൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ആദ്യം ചെന്നെത്തിയത് പോത്തുണ്ടി ഡാമിലാണ് കേട്ടാ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ മക്കൾക്ക് പേടി കൂടിയത് കുരങ്ങന്മാരുടെ കാര്യത്തിലാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോരുത്തരത് പേൻ നോക്കി കൊടുക്കുന്നു, വൃത്തിയാക്കി കൊടുക്കുന്നു. ചെറിയ കുഞ്ഞി കുരങ്ങന്മാര് ഒരുപാടുണ്ടായിരുന്നു ആ കൂട്ടത്തില്. ഇക്രൂനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പാവലക്കായിരുന്നു കേട്ടാ. രാവിലെ നേരത്തെ എഴുന്നേറ്റതിന്റെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. അല്ല പൊതുവെ അങ്ങനെ തന്നെ. ടൂർ പോവാണെന്നോ എവിടേക്കെങ്കിലും പോവാനുണ്ടെന്നൊക്കെ അറിഞ്ഞ അന്ന് ഇവർക്ക് എന്നും ഇല്ലാത്തൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് എഴുന്നേക്കുന്ന കാര്യത്തില്. പുറമേന്ന് നോക്കി കാണുമ്പോൾ ഈ സ്റ്റെപ്പുകളൊന്നും എനിക്ക് അത്ര വലിയ റിസ്ക് ആയിട്ട് തോന്നിയില്ലെങ്കിലും അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് പകുതിക്ക് വെച്ച് ഞാനങ്ങ് സ്റ്റോപ്പായി പോയത്. സ്റ്റെപ്പുകളൊന്നും പണ്ടത്തെ പോലെ കയറാൻ മേല. എന്തായാലും അങ്ങ് ഉച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ കുറെ നേരം അവിടെ നിന്നിട്ട് അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം നട്ടുച്ച വെയിലാവാൻ പോയിരുന്നേ. അപ്പൊ വെയിൽ കൊണ്ടിട്ട് ഞങ്ങൾ അങ്ങ് തളരാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ താഴെ ഇറങ്ങിയിട്ട് അവിടെ ചെറിയ പാർക്കൊക്കെ പോലെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോ തൊട്ട് മുകളിൽ ഇതാ നല്ല വലിയ മാവ് ഇരുന്നേ. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചിക്കി നുറുക്കി കടിച്ച് താഴേക്ക് ഇടാൻ വേണ്ടിയിട്ടാ തോന്നുന്നു. കുരങ്ങന്മാർ നല്ല ശ്രമം ഉണ്ടായിരുന്നു. അതൊക്കെ തലയിൽ വീഴുന്നായപ്പോൾ ഞങ്ങൾ മെല്ലെ എണീറ്റിട്ട് മക്കളെയും കൊണ്ടിട്ട് പാർക്കിന്റെ അവിടേക്ക് പോയേ. ഇത് പിന്നെ എത്ര നേരാണെങ്കിലും ഇവര് കടിച്ചു തൂങ്ങി നിന്നോളും. പാർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ മക്കൾക്ക്. എന്തായാലും അവർ